നാരായണ നാരായണ. ശ്രീമന്നാരായണീയം ദശകം 50 ശ്ലോകം 6. സുരഭിലതമാ മൂർധന്യോർധ്വം കുതക്കുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈ സഹേളമുദൈരയ ഷഡിതി ധനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. സുരഭിലതമാ, ഏറ്റവും കൂടുതൽ സുരഭി ഉള്ളത്. സുരഭി എന്ന് പറഞ്ഞാൽ സുഗന്ധം. സുരഭി ഈ പശു ഇല്ലേ, സുരഭി പശു. അപ്പോൾ ഒക്കെ ദേവത്വം എന്നുള്ള നിലയ്ക്ക് വേണം കണക്കാക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സുഗന്ധമുള്ള കുസുമാവലി, കുസുമങ്ങളുടെ ഒരു പല വെറൈറ്റി, പാരിജാത പൂക്കള്, കൽപ്പവൃക്ഷപ്പൂക്കള്, സൗഗന്ധിക പൂക്കള്, അങ്ങനെയുള്ള താമര. സൗഗന്ധിക പൂവ് സ്വതേ താമരയാണെന്നാ പറയാ. ഊർധ്വം, അതിൻ്റെ മുകൾ ഭാഗത്ത്. കുതഹ, ഇത് എവിടുന്നാ വന്നത്? കുതഹ എവിടെ കുതഹ അത് എവിടുന്ന? തവ, അങ്ങയുടെ മൂർധനി ശിരസില്. ഇതി ബാലൈഹി, ഇങ്ങനെ ഗോപന്മാര് ഉക്തഹ ചോദിക്കപ്പെട്ടപ്പോ പറഞ്ഞപ്പോ ത്വം സഹേലം, കുറച്ചൊരു ഹേളനം ചെയ്യുന്ന പറഞ്ഞാൽ കളിയാക്കുക എന്നർത്ഥം. ഹേല നിർമ്മിത ധൂമ്രലോചനവധേ, കളിയാക്കുക. ഹേല കളിയാക്കൽ. എന്താണ് സഹേളം? കുറച്ചൊരു കളിയാക്കലോട് കൂടിയിട്ട്, സാരില്ല എന്നുള്ളത് കളിവാക്കായിട്ട് അങ്ങനെ കണക്കാക്കിക്കൊണ്ട് ഉദൈരയ പറഞ്ഞു. എന്താ പറഞ്ഞത്? കളിവാക്കായിട്ട് പറഞ്ഞു. ധനുജക്ഷേപേണ, ഈ അസുരന്റെ എറിയൽ കാരണം കൊണ്ട്, ഛടിതി വളരെ വേഗത്തില്, തരുമണ്ഡലാത് ഈ വൃക്ഷത്തിന്റെ ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് വൃക്ഷങ്ങളിൽ നിന്ന് എന്നർത്ഥം. ഒരു വൃക്ഷത്തിന്റെ, ഒറ്റ വൃക്ഷത്തിന്റെ ഒരു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ഭാഗം തൊട്ടിട്ട് അത് നിൽക്കുന്ന സ്ഥലം മുഴുവൻ ആ മണ്ഡലമാണ്. കുറേ വൃക്ഷങ്ങൾ വെച്ചാൽ ആ വൃക്ഷങ്ങളുടെ മൊത്തം നിൽക്കുന്നതായിട്ടുള്ള സ്ഥലം എന്നർത്ഥം. അങ്ങനെ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന്, ഇവിടെ ഇപ്പോൾ മണ്ഡലം എന്ന് വെച്ചാൽ ആ മുകളിൽ നിന്നാണ് കണക്കാക്കിയാൽ മതി. വൃക്ഷത്തിന്റെ ഉയരത്തുള്ള ഇലകള്, അങ്ങനെയുള്ള അതിൽ നിന്നുള്ള പൂക്കള്, അങ്ങനെയാണ്. ഊർധ്വം, മുകളിലേക്ക്, ഗതഹ പോയതായിട്ടുള്ള. ഇപ്പോൾ ഇതിങ്ങനെയാണ് പെട്ടെന്ന് ശരീരത്തെ വലിച്ചെറിയുമ്പോൾ വലിയൊരു ശരീരമാണ്. അത് വീണപ്പോ ഈ ഒരു ആഞ്ചല് വരുമല്ലോ, ഈ ആഞ്ചല് ഈ വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലുള്ള വലിയ വൃക്ഷങ്ങളാണ്. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലുള്ള പൂക്കള് ഈ ആഞ്ചല് കാരണം അങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയി എറിയപ്പെട്ടു. ഈ മരത്തിൽ നിന്നും പുഷ്പങ്ങള് വേർപെട്ടു, എന്നിട്ട് മുകളിലേക്ക് എറിയപ്പെട്ടു, എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് വീണുന്നാ. ഛടിതി തരുമണ്ഡലാത് ഊർധ്വം ഗതഹ സഹ അയം, ആ പൂക്കളാണ് കുസുമനികരഹ, ഈ മുഴുവൻ പൂക്കളും അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ ഈ കൂട്ടം ഒന്നിച്ച് ശനൈഹി പതുക്കെ പതുക്കെ സമേതി നൂനം, അതിങ്ങനെ താഴോട്ട് വരികയാണ്. ഇതി ഉദൈരയ എന്ന് പറഞ്ഞു. ഈ ശരീരം അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ, വത്സാസുരന്റെ പശുക്കുട്ടിയുടെ ശരീരം അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ മരം അങ്ങോട്ട് പൊട്ടി വീഴുകയാണ്. അപ്പോൾ മുകളിലുള്ള പച്ചില അതിങ്ങനെ നിറച്ച് നിൽക്കുമ്പോൾ അതിൽ നിറച്ച് പൂക്കളുണ്ട്. അതിൻ്റെ കനം അതൊരു ആഞ്ചലായിട്ടാണ് വരിക. അപ്പം ഈ ആഞ്ചല് കാരണം കൊണ്ട് എടുത്തെറിഞ്ഞ പോലെ ഈ പൂക്കൾ മുകളിലേക്ക് പോയ പൂക്കൾ താഴത്തേക്ക് വീണു. ക്രമേണയായിട്ട് പൂക്കളുടെ കനമില്ലാത്തതുകൊണ്ട് മെല്ലെ 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 വരുള്ളൂ. അതുകൊണ്ട് കുറെ കഴിഞ്ഞിട്ടേ അത് വന്നുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ഒരു കളിയാക്കി എന്ന് സാരം. ഇത് ദേവന്മാർ തന്നതാണെന്ന് പറയാൻ പോയില്ല എന്ന് സാരം. പക്ഷേ ഗോപന്മാർ പറഞ്ഞു, ഇത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇതിന്റെ വാസനയ്ക്ക് വ്യത്യാസമുണ്ടല്ലോ, ഭൂമിയിലുള്ള പൂക്കൾക്ക് ഒന്നും ഇങ്ങനെ ഒരു വാസന ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കൃഷ്ണൻ കാര്യമാക്കിയില്ല. കുട്ടികളും അത് കഴിഞ്ഞപ്പോൾ അത് മറന്നു. ഈ ഈശ്വരഭാവം കൃഷ്ണൻ ഉണ്ടായതുകൊണ്ട് അത് കൃഷ്ണാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് അവർ കണക്കാക്കി എന്നർത്ഥം. അത്രേ ഉള്ളൂ. സുരഭിലതമ കുസുമാവലി ഊർധ്വം കുതഹ തവ മൂർധനി നിപതതി ഇതി ബാലൈഹി ഉക്തഃ ത്വം സഹേളം ഉദൈരയഃ ധനുജക്ഷേപേണ ഛടതി തരുമണ്ഡലാത് ഊർധ്വം ഗതഃ സഹ അയം പുഷ്പഃ കുസുമനികരഃ ശനൈഹി സമേതി
നൂനം ഇതി ഉദൈരയഃ. സുരഭിലതമാ മൂർധ്നി ഊർധ്വം കുതഃ കുസുമാവലി നിപതതി തവ ഇതി ഉക്തഃ ബാലൈഃ സഹേളം ഉദൈരയഃ ഛടതി ധനുജക്ഷേപേണ ഊർധ്വം ഗതഃ തരുമണ്ഡലാത് കുസുമനികരഃ സഹ അയം നൂനം സമേതി ശനൈഃ ഇതി. താഴോട്ട് വരികയാണ് എന്ന് പ്രകാരം പറഞ്ഞു. സമേതി സുരഭിലതമാമൂർധന്യൂർധം കുതഃ കുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈഃ സഹേളമുദൈരയ ഛടിതി ധനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാൽ കുസുമനികരസ്സോയം നൂനം സമേതി ശനൈരിതി. അപ്പോൾ നല്ല സുഗന്ധമുള്ള ഈ കുറേ പൂക്കള് മുകളിൽ നിന്ന് എവിടെ നിന്നോ വന്നു. ഇത് എവിടുന്നാ വന്നത് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണന്റെ ശിരസിൽ ഇത്രയും പൂക്കൾ വന്നു വീഴുന്നത് മുകളിൽ നിന്ന് എവിടുന്നാണ്? ഇങ്ങനെ ഈ ഗോപബാലന്മാരെ ചോദിച്ചപ്പോൾ ഭഗവാൻ കളിയായിട്ട് പറഞ്ഞു, ഇത് അസുരനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ വീണ വൃക്ഷങ്ങളില്ലേ, വലിയ വലിയ മരങ്ങള്, ആ മരങ്ങളുടെ പൂക്കള് ഇങ്ങനെ ആഞ്ചല് കൊണ്ട് മുകളിലേക്ക് പോയിട്ട് ആ പൂക്കൾക്ക് കനമില്ലാത്തതുകൊണ്ട് സാവകാശത്തിൽ വന്നിട്ട് താഴേക്ക് എത്തിയതാണ് എന്ന് കളിയായിട്ട് പറഞ്ഞു. അതാണ്. ഇനി 7ാമത്തെ ശ്ലോകം. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാതും ഗത ഭവദാദയ ചലിതഗരുതം പ്രേക്ഷാമാസുർഭകം ഖലു വിസ്മൃതം ക്ഷിതിധരഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. ഇപ്പം നമ്മൾ വത്സാസുരന്റെ കഥ കഴിയും. 7ാമത്തെ ശ്ലോകം തൊട്ടിട്ട് ബകാസുരനെ മുക്തി കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ്. ഭൂയഹ വീണ്ടും, ക്വചന ഏതോ ഒരു ദിവസേ, ഒരു ദിവസം, ഒരിക്കൽ എന്നുള്ള അർത്ഥത്തിലുള്ളൂ, ഒരു ദിവസം, ഭൂയസ്തരേ കൂടുതൽ, ഭൂയസ്തരേ വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥത്തിലാണ്. ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടുമാണ്. അപ്പോൾ കൂടുതൽ, പരുഷാതപേ കഠിനമുള്ളതായിട്ടുള്ള, ഇവിടെ ഇപ്പം എന്താണ്, ഭൂയസ്തരേ കുറച്ചും കൂടിയും അധികം, പരുഷാതപേ കഠിനമായിട്ടുള്ള, തപന തനയാപാത ഈ പരുഷാതപമായിട്ടുള്ള കൂടുതൽ ചൂടുള്ളതായിട്ടുള്ള, അതേപോലെ തപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ, ആ തനയാപാത, തനയ എന്ന് പറഞ്ഞാൽ പുത്രി, സൂര്യന്റെ പുത്രിയായിട്ടുള്ള ഈ അതിലുള്ള ജലം. അപ്പൊ സൂര്യന്റെ പുത്രി കാളിന്തി, ആ നദിയിലെ ജലം, തനയാപാത, തപന തനയാപാത. അപ്പോൾ ഈ സൂര്യന്റെ പുത്രിയായിട്ടുള്ള കാളിന്തി നദിയിലെ ജലം പാതും കുടിക്കുന്നതിന് ഗത പോയതായിട്ടുള്ള ഭവദാദയ ഭഗവാനും തൊട്ടുള്ളവരും അങ്ങും തൊട്ടുള്ളവരും ഭവദാദയ ക്ഷിതിധര ഗരുച്ഛേദേ. ക്ഷിതിധരന്മാരെന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, ഭൂമിയെ ധരിക്കുന്നവരെ എന്നാണ് പർവ്വതങ്ങൾക്ക് പേര്. ക്ഷിതിധരൻ, ആ ക്ഷിതിധര ഗരുച്ഛേദേ, ആ പർവ്വതങ്ങളുടെ ചിറകുകൾ ഛേദനം ചെയ്യുക, മുറിക്കുക. ക്ഷിതിധര ഗരുച്ഛേദേ, ആ പർവ്വതങ്ങളുടെ ഈ ചിറകുകൾ അരിഞ്ഞതായിട്ടുള്ള, വിസ്മൃതം മറയ്ക്കപ്പെട്ടതായിട്ടുള്ള, അപരം മറ്റൊരു, കൈലാസശൈലം ഇവ ഒരു കൈലാസ പർവ്വതം പോലെ, ചലിതഗരുതം ഇളക്കപ്പെട്ടതായിട്ടുള്ള ചിറകുകളോട് കൂടിയതുമായ, ബകം അങ്ങനെ ഒരു കൊക്കിനെ, പ്രേക്ഷാമാസു ഖലു കാണുക ഉണ്ടായല്ലോ. അവിടെ ഭൂയഹ വീണ്ടും, ക്വചന ദിവസേ ഒരു ദിവസം, ഭൂയസ്തരേ പരുഷാതപേ ഭൂയസ്തരമായിട്ട് വെച്ചാൽ വളരെ കൂടുതലായിട്ട്, പരുഷാതപേ കഠിനമായിട്ടുള്ള ചൂട്, താപം ഉണ്ടായപ്പോ, തപന തനയാപാത തപനന്റെ സൂര്യന്റെ തനയയുടെ കാളിന്തിയുടെ പാതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം, ആ വെള്ളം പാതും കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗത പോയപ്പോ, ഭവദാദേഹ ഭഗവാനും മറ്റ് കൂട്ടുകാരും, ക്ഷിതി ഗോപബാലന്മാരുണ്ട്, വത്സക്കുട്ടികളുമുണ്ട്, മൂരിക്കുട്ടികളുമുണ്ട്, പശുക്കുട്ടികളുമുണ്ട്. ക്ഷിതിധര ഗരുച്ഛേദേ ഈ ക്ഷിതിയുടെ
അതിനെ ധരിക്കുന്ന പർവ്വതത്തിൻ്റെ, ക്ഷിതിയെ ധരിക്കുന്ന പർവ്വതം, മറ്റേ ധരിക്കുന്നത് പർവ്വതമാണ്, ഭൂമിയെ ധരിക്കുന്ന പർവ്വതമാണ്. അപ്പോൾ ഇത് ക്ഷിതിധരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതമാണ്. പർവ്വതത്തിൻ്റെ ഗരുവിൻ്റെ ആ ചിറകിൻ്റെ ഛേദ് മുറിക്കണ സമയത്ത് വിസ്മൃതം വിസ്മരിക്കപ്പെട്ടതായിട്ടുള്ള അപരം കൈലാസേ ശൈലം ഇവ മറ്റൊരു കൈലാസ പർവ്വതം പോലെ ചലിതഗരുതം ചലിതങ്ങളായിട്ടുള്ള ഇളക്കുന്നതായിട്ടുള്ള ഗരുത്തുക്കളോട് കൂടിയ ചിറകുകളോട് കൂടിയ ബഗത്തെ കൊക്കിനെ പ്രേക്ഷാമാസു ഖലു കണ്ടു. അപ്പോൾ ഈ പാറക്കെട്ടുകൾ നദിയിലേക്ക് ഇറങ്ങി നിൽക്കണമൊക്കെ ഉണ്ടാവും ചില സ്ഥലത്ത്. അങ്ങനെ ഒരു പാറക്കെട്ടാണ് എന്ന് വിചാരിച്ചു ഈ ബഗത്തിൻ്റെ ഒരു ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു രീതിയിലാണ് അതിൻ്റെ കളറ്, കറുപ്പ് നിറ. അവിടെയും ഇവിടെയും മറ്റേ വെളുത്ത നിറം ഉണ്ടായിരിക്കാം. ഏതായാലും അത് കണ്ടാൽ ഒരു ബഗം പോലെയാണ്, പക്ഷേ ഒരു പാറക്കല്ല് ഇങ്ങനെ താഴത്തേക്ക് വന്ന് നിൽക്കണ പോലെയാണ് തോന്നുക. വലിയ പാറക്കല്ലാണ്, ചെറുതല്ല, പർവ്വതം തന്നെയാണ്, അത്രയും വലുപ്പ. അത് സാധാരണ കൊക്ക് ഇങ്ങനെ നിൽക്കാം, ഇടയ്ക്കൊന്നിങ്ങനെ ചിറകൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കും. ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഇളകാറ് നിൽക്കുന്ന സമയം, അതേപോലെ ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയം, അതേപോലെ കൊക്ക് മാത്രം ഇങ്ങനെ കഴുത്തൊന്ന് നീട്ടിയിട്ട് അല്ലെങ്കിൽ കഴുത്ത് അങ്ങനെ പിന്നെ കഴുത്തിങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് ഇളകാതെ ഇങ്ങനെ സൂക്ഷിച്ച് കൊക്ക് മാത്രം മുകളിലേക്ക് ആക്കിയിട്ട് കൊക്ക് താഴത്തേക്ക് ആക്കിയിട്ട് ചിറകിടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ കൊക്കുകൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പർവ്വതത്തെ പോലെയാണ്, ഇടയ്ക്കൊന്ന് ചിറക് ഇളക്കുന്നുണ്ടോ സംശയം, അല്ലെങ്കിൽ അത് പർവ്വതം തന്നെയാണ്, കൊത്തിയുടെ ഷേപ്പിലുള്ളൊരു പർവ്വതം എന്ന രീതിയിൽ അവർ കണ്ടു എന്നതാണ്. ഭൂയഃ ക്വചന ദിവസേ ഭൂയസ്തരേ പരുഷാതപേ തപന തനയാപാഥഃ പാതും ഗത ഭവദാദേഹ ക്ഷിതിധര ഗരുച്ഛേദേ വിസ്മൃതം അപരം കൈലാസശൈലം ഇവ ചലിതഗരുതം ബഗം പ്രേക്ഷാമാസു ഖലു. അന്വയം. വീണ്ടും ഏതോ ഒരു ദിവസം ഇതേപോലെ കൂടുതൽ ചൂടുള്ളതായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ചൂടുള്ള ദിവസം കാളിന്തിയുടെ ജലം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പോയ ഭഗവാനും ഈ കൂട്ടുകാരും പശുക്കുട്ടികളും പർവ്വതങ്ങളുടെ ചിറകുകളെ മുറിച്ച അവസരത്തിൽ മുറിക്കപ്പെട്ടതായിട്ടുള്ള മറ്റൊരു കൈലാസ പർവ്വതം പോലെ തോന്നിക്കുന്ന, പക്ഷേ ഇടയ്ക്കൊന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ ഈ പാറയും ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് താഴത്തേക്ക് പോകുക, അങ്ങനെയൊക്കെ ഉണ്ട്, ഇളകലൊക്കെ ഉണ്ട്. അങ്ങനെ ആണോ എന്ന് വെച്ചാൽ ഏതായാലും ഇളക്കപ്പെട്ടതായിട്ടുള്ള ചിറകുകളോട് കൂടിയ ഈ കൊക്കിനെ, ബഗത്തിനെ കണ്ടു. ഭഗവാനും കണ്ടു, കൂട്ടുകാരും കണ്ടു. ക്വചന ദിവസേ ഭൂയഃ ഭൂയസ്തരേ പരുഷാതപേ തപന തനയാ പാഥ പാതും ഗത ഭവത് ആദയ ചലിത ഗരുതം പ്രേക്ഷാം ആസുഹു ബഗം പ്രേക്ഷാമാസു ഒന്നിച്ചു മതി. പ്രേക്ഷാമാസു ബഗം ഖലു വിസ്മൃതം ക്ഷിതിധര ഗരുച്ഛേദേ കൈലാസ ശൈലം ഇവ അപരം. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപനതനയാ പാഥ പാതും ഗതാ ഭവദാദയ ചലിതഗരുദം പ്രേക്ഷാമാസുർബകം ഖലു വിസ്മൃതം ക്ഷിതിധര ഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. ഇനി അടുത്ത ശ്ലോകം. പിബതി സലിലം ഗോപൗരാദേ ഭവന്തമഭിദ്രുത സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യാ കോട്യാ തദാ തു ഭവാൻ വിഭോ ഖലജനഭിദാ ചുഞ്ചു പ്രഗൃഹ്യ ദദാരതം. ഗോപവ്രാതേ, വ്രാതം, ഗോപന്മാരുടെ ഒരു സംഘം, കൂട്ടം ചുറ്റപ്പെട്ടത്. ഗോപവ്രാതേ, ആ ഗോപന്മാരെല്ലാവരും സലിലം, ഈ ജലം പിബതി കുടിക്കുമ്പോൾ, ഇവിടെ ഗോപബാലന്മാരാണ്, കുടിക്കുമ്പോൾ ഭവന്തം ഭഗവാനെ അങ്ങയെ അഭിദ്രുത ഓടി വന്നതായിട്ടുള്ള, ഒഴുകിയിട്ട് വന്നതായിട്ടുള്ള, അഭിദ്രുതം വേഗത്തിൽ വന്നതായിട്ടുള്ള, സഹ അവനാവട്ടെ, സഹ കില അവനാവട്ടെ. ആരാണ്? ഈ ഭഗം അസുരൻ. നിഖിലൻ അങ്ങേ അങ്ങോട്ട് വിഴുങ്ങി, നിഖിലൻ കുത്തി തിന്നു അർത്ഥം, വിഴുങ്ങി, നിഖിലൻ ഉള്ളിലേക്കായി, ഇങ്ങനെയാണ്. പുനഃ വീണ്ടും അഗ്നിപ്രഖ്യം. അപ്പം നോക്കുമ്പോഴോ അഗ്നി സമനാണ് ഭഗവാൻ, ഭയങ്കര ചുട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അഗ്നിയെ വിഴുങ്ങിയ പോലെയായിപ്പോയി. നിഖിലൻ പുനഃ അഗ്നിപ്രഖ്യം, അഗ്നി എന്നുള്ള രീതിയിൽ പ്രഖ്യാപിതനായതാണ് ഭഗവാൻ. ബ്രഹ്മാവസ്ഥയിൽ അങ്ങനെയാണ്.
മാത്രമല്ല ഭഗവാൻ അങ്ങനെയാണല്ലോ, ചൂടല്ലേ ഭഗവാൻ, നമുക്ക് അടുക്കാൻ പറ്റുമോ? കൂട്ടിയേ പറ്റില്ല. ഇപ്പോൾ ബ്രഹ്മാവസ്ഥയിലാണ്. അപ്പം അങ്ങനെയുള്ള അഗ്നിപ്രഖ്യം, അങ്ങ് ഭഗവാനെ ഈ അഗ്നിസമൻ തന്നെയാണല്ലോ ഉദ്വമൻ. അപ്പം എന്ത് ചെയ്തു? അതിനെ പുറമേക്ക് ഉണ്ടാക്കി ഉദ്വമൻ. ഉദ് വമൻ, വമിച്ചു, ഛർദിച്ചു എന്നർത്ഥം. പുറത്തേക്കാക്കി ഉദ്വമൻ, അങ്ങനെ പുറത്തേക്കാക്കി. ഉദ് വമൻ, ഉദ്വമൻ. ത്രോട്യാഹ, അപ്പം ആ കൊക്കിൻ്റെ ചുണ്ടിൻ്റെ ത്രോട്യാഹ കോട്യ, അറ്റം കൊണ്ട് ദളയിതും പിളർക്കുന്നതിന് വേണ്ടിയിട്ട് അഗാധ് പാഞ്ഞു വന്നു. സാധാരണ കൊക്കെന്താ ചെയ്യുക? അതിൻ്റെ കൊക്ക് കൊണ്ട് അങ്ങോട്ട് കൊത്തിയിട്ട് വലിച്ചെടുക്കും. അപ്പോൾ ഒരു 2 കഷ്ണങ്ങളായിട്ട് വേണിച്ചാൽ അങ്ങനെയാവും. അതല്ല വെച്ചാൽ കൊക്കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ 2 കഷ്ണമാവും. അത്രയ്ക്ക് കഴിവുണ്ട്, മൂർച്ചയുണ്ട് ആ കൊക്കിന്. അപ്പം അങ്ങനെ കൊത്തി വലിക്കാനും രണ്ടാക്കാനുമായിട്ട് ത്രോട്യ കോട്യ ദലയുതും പിളർക്കുന്നതിന് വേണ്ടിയിട്ട് അഗാധ് പാഞ്ഞു വന്നു. എന്നിട്ടോ തഥാതു ആ സമയത്ത് ഖലജനഭിത ചുഞ്ചുഹു, ഖലജന, ഖലന്മാരായിട്ടുള്ള വഞ്ചകന്മാരായിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള ജനത്തിൻ്റെ ഭിത, അവരുടെ ഈ ദുഷ്ടന്മാരായിട്ടുള്ള അവരെ വധം കൊണ്ട്, ദുഷ്ടന്മാരെ വധിക്കുക എന്നുള്ള ഭഗവാന്റെ ഒരു പ്രസിദ്ധിക്ക് കാരണമാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങ് ചുഞ്ചുഹു, എല്ലാവരാലും അറിയപ്പെട്ടു എന്ന് സാരം. ചുഞ്ചും നിനാദം, അങ്ങനെ മറ്റേ പെറുപിറുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുക. മിഥ സംവാദം, 2 പേരും തമ്മിലുള്ള സംവാദത്തിൽ. അപ്പോൾ സ്വകാര്യം പറയലാവാം, അല്ലെങ്കിൽ അടക്കി പറയലാവാം, അതല്ലെങ്കിൽ പറയൽ തന്നെയാവാം. അതാണ് ചുഞ്ചു. അപ്പോൾ ഖലജനങ്ങളെ ഭേദനം ചെയ്യുന്ന, ദുഷ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ മുറിക്കുന്ന എന്നുവെച്ചാൽ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ പ്രസിദ്ധിയാണ്. അതിനെ എല്ലാവരും ഇങ്ങനെ പറയുകയും ചെയ്യും. ചുഞ്ചുഹു, അതാണ് ഖലജനഭിത ചുഞ്ചുഹു ഭവാൻ, അല്ലയോ ഭഗവാനെ അങ്ങ് ചഞ്ചു പ്രഗ്രഹ്യ, ഇങ്ങനെയുള്ള ആ കൊക്കിനെ പിടിച്ചു. ചഞ്ചു, കൊക്കൊണ്ട് എന്താ കേട്ട, താഴത്തേക്കും മുകളിലേക്കും അതിൻ്റെ അടയ്ക്കലും തുറക്കലും ഇങ്ങനെയാണല്ലോ ചെയ്യുക, അതാണ് ചഞ്ചു. അപ്പം അങ്ങനെ ചഞ്ചു പ്രഗ്രഹ്യ, ആ ഇങ്ങനെ കൊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണ അതിനെ, ആ കൊക്കിനെ വെച്ചാൽ മറ്റേ കൊക്കിനാണ് അതിൻ്റെ മറ്റേ സകലതും ഇരിക്കണത്. കുരങ്ങന്മാരുടെ വാല് പോലെ, ആനയുടെ തുമ്പി പോലെ ഈ കൊക്കിനാണ്. പക്ഷിയുടെ കൊക്കിന് വലിയ പ്രാധാന്യമാണ്. കാലിന് ലേശമുണ്ട്, കാലിന് നഖത്തിന് ലേശമുണ്ട്, ഇല്ലയെന്ന് പറയല്ല, എങ്കിലും കൊക്കിനാണ് പ്രാധാന്യം. അതുകൊണ്ട് കൊക്ക് വലിയ കൊക്കും ബാക്കിയുള്ളതൊക്കെ വളരെ ചെറുതാണ്. അതിൻ്റെ ഒരു ശതമാനക്കണക്ക് കണക്കാക്കുമ്പോൾ വളരെ ചെറുതാണ്. ഇപ്പം കഴുകൻ, പരുന്ത്, അതിൻ്റെയൊക്കെ 2 തരത്തിലുള്ള കഴുകൻ. ചെറിയ കൊക്കുള്ള വലിയ പക്ഷി പരുന്ത്, വലിയ കൊക്കുള്ളതായിട്ടുള്ള കഴുകൻ, അത് മറ്റൊരു രൂപ. 2ഉം ശവന്തീനി തന്നെ. അപ്പം ഇങ്ങനെ ഈ കൊക്കിൻ്റെ പ്രത്യേകത വലിയ കൊക്കാണ്. അതുകൊണ്ട് ആ ചഞ്ചു, ആ കൊക്കിനെ, കൊക്കുള്ളതായിട്ടുള്ള കൊക്കിനെയല്ല, കൊക്കെന്നതിൻ്റെ പേര് വരാനുള്ള കാരണം തന്നെ ഈ കൊക്കാണ്. അപ്പം ആ കൊക്കിനെ പ്രഗ്രഹ്യ പിടിച്ചു. എന്നിട്ടോ തം ദദാര, ആ കൊക്കങ്ങട് വികസിപ്പിച്ചു നല്ലോണം. എന്നിട്ട് അങ്ങോട്ട് ചീന്തി ദദാര. ഭഗവാൻ എന്താ ചെയ്തത്? ആ 2 കൊക്കും ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ആ കൊക്കിനെ ഇങ്ങോട്ട് വലിച്ചു, വിടർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും തൻ്റെ കയ്യിനെ മാക്സിമം നീട്ടിയപ്പോൾ ഈ കൊക്ക് വലിയ കൊക്കാണ്. ഭഗവാൻ ഇത്തിയേരേ ഉള്ളൂ. ഭഗവാൻ വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. എന്നിട്ട് അത് പറ്റാഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ കൊക്കിൻ്റെ വലുപ്പവും ഭഗവാന്റെ ചെറുപ്പവും നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഭഗവാന്റെ ചെറിയ കൈ കൊണ്ടാണ് ഈ കൊക്കിൻ്റെ 2 കൊക്കും, കീഴ്ക്കൊക്കും മറ്റേ മുകളിലത്തെ കൊക്കും പിടിച്ചത്. അതതിൻ്റെ തലപ്പുകൾ പിടിച്ചു. എന്നിട്ട് ഭഗവാൻ തൻ്റെ കൈ അങ്ങോട്ട് വിടർത്തി. അപ്പോൾ അവിടെ ഭഗവത്വം കാണിച്ചു. ഇത് ബാക്കിയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ തൻ്റെ വലുത് കിലോമീറ്ററുകളോളം അങ്ങോട്ട് നീട്ടി. അപ്പോഴാണ് ഈ കൊക്കിൻ്റെ കഴുത്തിൻ്റെ തലയുടെ അവിടെ നിന്ന് കഴുത്തിൻ്റെ അത് കൂടെ വന്നിട്ട് ശരീരം കൂടി പിളർന്നിട്ട് 2ആയുള്ളൂ. കൊക്കാണ്ട് ചീന്തി 2ആക്കപ്പെട്ടു. അങ്ങനെയാണ്. അതാണ് തം ദദാര.
ഗോപവ്രാതെ സലിലം പിബതി, ഈ ഗോപന്മാരെ ഒന്നിച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് ഭവന്തം അഭിദ്രുത, അങ്ങയുടെ അടുത്തേക്ക് വേഗം എത്തിച്ചേർന്നതായിട്ടുള്ള സഹ കില നിഖിലൻ, ആ ബഗമാവട്ടെ അങ്ങോട്ട് വിഴുങ്ങി, ഈ ഭഗവാനെ അങ്ങോട്ട് വിഴുങ്ങി. ഭവന്തം നിഖിലൻ, ഭഗവാനെ അങ്ങോട്ട് വിഴുങ്ങി. എന്നിട്ടോ പുനഃ അഗ്നിപ്രഖ്യം, അപ്പൊ ആ സമയത്ത് എന്താ സംഭവിച്ചത്? വീണ്ടും പിന്നീട് എന്താ സംഭവിച്ചത്? അഗ്നിപ്രഖ്യം, അതുകൊണ്ട് ഉദ്വമൻ, നല്ല ചൂടായിരുന്നു. അപ്പൊ ഒരു തീ ഗോളത്തിനെ വിഴുങ്ങിയ പോലെ പോയി. അപ്പൊ അതിനെ ഉദ്വമൻ പുറത്തേക്ക് ഇട്ടു. എന്നിട്ടോ ത്രോട്യാഹ കോട്യാഹ വലയിതും അഗാത്. അപ്പോ ഈ കൊക്കിന്റെ ചുണ്ടിന്റെ അറ്റം കൊണ്ട് പിളർക്കുന്നതിന് വേണ്ടിയിട്ട് ഛർദ്ദിച്ചതിന് ശേഷം വീണ്ടും കൊത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ണം ആക്കുക, ഭഗവാനെ അങ്ങനെ കഷ്ണിക്കുക. എന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ തിന്നാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആഹാരം കൂടിയാണല്ലോ, മനുഷ്യന്റെ ശരീരം കൊക്ക് തിന്നും. വലിയ കൊക്കിന് ഈ മനുഷ്യന്റെ ചെറിയൊരു ശരീരം വിഷയമല്ല, ഒരു പുഴുവിനെ തിന്ന കൂട്ടത്തിൽ തിന്നും അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചൂട് പോയിക്കോട്ടെ, നമ്മൾ സാധാരണഗതിയിൽ ചൂടുള്ള സാധനം ഇപ്പോൾ പഴനുറുക്കായാലും മറ്റേ പൂളക്കിഴങ്ങ് ഉപ്പേരി ആയാലും നമ്മളെന്താ ചെയ്യാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. ചോറാണെച്ചാൽ ചോറും ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക, അപ്പോൾ ചൂടാറും. എന്ന കൂട്ടത്തിൽ കൊക്കും ഈ ഭഗവാനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വേണ്ടിയിട്ട്, കഷ്ണം കഷ്ണാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടേ വന്നതാണ്. പക്ഷെ എന്താ ചെയ്തത് ഭഗവാൻ തഥാത്തു, ആ സമയത്ത് ഖലജനപിതാഹ ചുഞ്ചുഹു, അതാണ് ഭഗവാൻ സ്വതേ കള്ളന്മാരായിട്ടുള്ള രാക്ഷസവർഗത്തിനെ, ദൈത്യവർഗത്തിനെ, അസുരവർഗത്തിനെ വധിക്കുന്നവനാണ്, ഭേദനം ചെയ്യുന്നവനാണ്. അതിന് പ്രശസ്തിയുണ്ട്, അങ്ങനെ എല്ലാവരും പറയപ്പെടുന്നു. വേദമടക്കം അത് പറയണു. അങ്ങനെ പറയപ്പെടുന്നതായിട്ടുള്ള ഈ ഭഗവാൻ, പ്രശസ്തിയുള്ളതായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ചഞ്ചു പ്രഗ്രഹ്യ, അതിന്റെ 2 കൊക്കുകളിൽ പിടിച്ചു. എന്നിട്ട് തം ദദാര, അതിനെ അങ്ങോട്ട് ചീന്തി. ഭഗവാന്റെ നേർക്ക് ഓടി വന്നതായിട്ടുള്ള അസുരൻ ഈ ഗോപന്മാർ വെള്ളം കുടിച്ച സമയത്ത് ഭഗവാനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കൊത്തല് അങ്ങോട്ട് അകത്തേക്കാക്കി. പക്ഷെ ചൂട് സഹിക്കാൻ വയ്യാത്തപ്പോൾ പുറത്തേക്ക് ഛർദ്ദിച്ചു. വീണ്ടും കൊത്തിയിട്ട് അതിനെ ഈ ഭഗവാൻ ഇങ്ങനെ 2, 3, 4 കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട് വന്ന ആ കൊക്കിങ്ങോട്ട് പിടിച്ചു ഭഗവാൻ. എന്നിട്ട് ആ കൊക്കിന് പിടിച്ചു അങ്ങോട്ട് ചീന്തി. അപ്പോൾ ഭഗവാന്റെ ചെറുപ്പം, ഈ കൊക്കിന്റെ വലിപ്പം ആലോചിക്കണം. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ യോഗശക്തി കൊണ്ട് വലുതായതും ആരും കണ്ടില്ല, ഈ കൊക്ക് ചീന്തി പോണത് മാത്രമേ കണ്ടുള്ളൂ. ഭഗവാൻ വലുതായതോ ഈ കൊക്കിനെ കീഴ്പ്പെടുത്തി അങ്ങനെ ഒരു ഭാവത്തെ, ഈശ്വര ഭാവത്തെ അതാരും കണ്ടില്ല. പക്ഷെ കൊക്ക് 2 അതവർക്ക് ശീലമുണ്ട്, ഭഗവത്വം ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഭഗവാൻ ഇപ്രകാരത്തിൽ അതിനെ ചെയ്തു എന്ന് പറയാം. അപ്പോൾ കൊക്ക് 2 പിളർന്നു. പിബതി സലിലം ഗോപൗരാദേ ഭവന്തം അഭിദ്രുത സകില നിഖിലന്നഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമഗാത്രോട്യാ കോട്യാ തദാതു ഭവാൻ വിഭോ ഖലജനഭിദാ ചഞ്ചു പ്രഗൃഹ്യ ദദാരതം. പിബതി സലിലം ഗോപൗരാദേ ഭവന്തം അഭിദ്രുത സഹ കില നിഖിലൻ അഗ്നിപ്രഖ്യം പുനഃ ദ്രുതം ഉദ്വമൻ ദലയിതും അഗാത് ത്രോട്യാഹ കോട്യാ തദാ തു ഭവാൻ വിഭോ ഖലജനഭിദ ചുഞ്ചുഹു ചഞ്ചൂ പ്രഗൃഹ്യ ദദാര തം എന്ന് പദച്ഛേദം. ഇനി 9ാമത്തെ ശ്ലോകം. സപദി സഹജം സന്ദ്രഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജമഹമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാം ശമനനിലയം യാതേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാൽഗൃഹമയ്യഥാം. സപദി മൃതാം, വളരെ പെട്ടെന്ന് തന്നെ മരിച്ചതായിട്ടുള്ള സഹജാം. സഹജ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗാണ്. അപ്പോൾ ഇവിടെ സഹജ, ഒപ്പം ജനിച്ച, കൂടെ ജനിച്ച സ്ത്രീലിംഗം പൂതനയാണ്. ഭഗത്തിന്റെ സഹോദരി പൂതന, ഭഗത്തിന്റെ സഹോദരൻ അഖൻ. സഹജാം സന്ദ്രഷ്ടും വാ, കാണുന്നതിനോ. ഇപ്പോൾ പൂതന സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ ആ പൂതനയെ കാണാൻ വേണ്ടിയിട്ടാണോ? സപതി മൃതാം സഹജാം, ഇപ്പൊ ഈ മരിച്ചതായിട്ടുള്ള പൂതനയെ കാണാൻ വേണ്ടിയിട്ടാണോ? സഹോദരിയെ കാണാൻ വേണ്ടിയിട്ടാണോ?
സന്ദ്രഷ്ടും വാ കാണുന്നതിനാണോ, അനുജം അനുജനായിട്ടുള്ള അഖം അഭി അഖാസുരനെയും അഗ്രേ മുമ്പില് ഗത്വ ചെന്നിട്ട് പ്രതീക്ഷിതും ഏവവ. ഇനി ഭഗവാൻ അഘാസുരനെ ഇതുപോലെ വധിക്കുന്നുണ്ട്. അപ്പൊ ആ അഘാസുരനെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണോ? അസ്മിൻ ബഗേ ഈ ബകാസുരൻ ശമനനിലയം. ശമനനിലയം എന്ന് വെച്ചാൽ എന്താ ശമിപ്പിക്കുന്നത്? ദുഷ്ടതയെ മുഴുവൻ ശമിപ്പിക്കുക എന്നതാണ്. കാമാദികളെ മുഴുവൻ തീർക്കും ഈ നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ യമൻ. അങ്ങനെ ശമിപ്പിക്കുന്നതായിട്ടുള്ള ആ യമാലയം യാതെ പോയി കഴിഞ്ഞപ്പോ സുമനോഗണെ ദേവന്മാരുടെ ഈ സമൂഹം സുമനോവൃന്ദം ഏറ്റവും നല്ല പൂക്കളെ കൊണ്ട് കിരതി വർഷിച്ചു കൊണ്ടേയിരുന്നു. മഴ പെയ്ക്കുന്ന പോലെ കരണിന് മഴ പെയ്യുന്ന പോലെ തന്നെ കിരതി അല്ലെങ്കിൽ കരോതി ചെയ്തു എന്ന് സാരം. അങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നു, ചെയ്തു. എന്താണ്? വൃന്ദാവനാത് വൃന്ദാവനത്തിൽ നിന്ന് ഗൃഹം ഭവനത്തിലേക്ക് ഐക്ഷതാഹ എത്തിച്ചേർന്നു. അപ്പോൾ കുട്ടികള് ഗൃഹത്തിലെത്തി എന്ന് പറയാണ്. ഭഗത്തിനെയും ഇതേപോലെ കൊന്നു, നേരത്തെ വത്സാസുരനെ കൊന്നു. ഭഗത് അവിടെ എത്തിയത് ഈ പൂതനയുടെ ഒപ്പം ചേരാനും അഘാസുരനെ സ്വീകരിക്കാനായിട്ട് ആദ്യമേ തന്നെ സ്ഥാനം പിടിക്കാനും. ആ സമയത്ത് ചെയ്ത പുഷ്പവൃഷ്ടി സ്വീകരിച്ചുകൊണ്ട് ഭഗവാനും അതിനെ അനുമോദിച്ചുകൊണ്ട് കുട്ടികളും. അന്നത്തെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഗോകുലത്തിലേക്ക് തന്നെ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്നു എന്ന് സാരം. സപതി മൃതാം സഹജാം സന്ദ്രഷ്ടും വാ. അങ്ങനെയാണ്, ഒരു പക്ഷെ അങ്ങനെയാവാം. അനുജം അഖം അപി അഗ്രേ ഗത്വ പ്രതീക്ഷിതും ഏവ വാ. അപ്പോൾ ആദ്യം പൂതനയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാവാം മരിച്ചതായിട്ടുള്ള ഈ ഭഗം അവിടേക്ക് പോയത്. ആദ്യം മരിച്ചതായിട്ടുള്ള പൂതനയെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒപ്പം കൂടാൻ വേണ്ടിയിട്ട്. അതേപോലെ അനുജനായിട്ടുള്ള അഖൻ ഇനി മരിച്ചു വരും. അപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അസ്മിൻ ബഗേ ഈ ബകാസുരൻ ശമനനിലയം യാതെ ഈ യമാലയത്തിലേക്ക് നരകത്തിലേക്ക് പോയത്. ആ സമയത്ത് സുമനോഗണേ സുമനോവൃന്ദം കിരതി. ഈ ദേവന്മാര് അവരുടെ പുഷ്പവൃഷ്ടി അത് ഭഗവാനിൽ നല്ലോണം പ്രയോഗിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. ആ സമയത്ത് വൃന്ദാവനാത് ഗൃഹം ഐക്ഷതാഹ എല്ലാവരും വൃന്ദാവനത്തിൽ നിന്ന് ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കൂട്ടിച്ചേർത്താലേ ഈ ശ്ലോകം പൂർത്തിയാവുള്ളൂ. സപതി സഹജാം സന്ദ്രഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജം അഖം ആപി അഗ്രേ ഗത്വ പ്രതീക്ഷിതും ഏവ വാ ശമനനിലയം യാതെ തസ്മിൻ ബഗേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാത് ഗൃഹം അയ്യഥാഹ. സപതി പെട്ടെന്ന് തന്നെ മൃതാം മരിച്ചതായിട്ടുള്ള സഹജാം സഹോദരിയായിട്ടുള്ള ഒപ്പം ജനിച്ചതായിട്ടുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് അത് പൂതനയാണ്. പൂതനയെ സന്ദ്രഷ്ടും വ കാണാൻ വേണ്ടിയിട്ടാണോ? അനുജം അതല്ലെങ്കിൽ അനുജനായിട്ടുള്ള അഖം അപി അഘാസുരനെയും അഗ്രേ മുമ്പേ തന്നെ ഗത്വ ചെന്നിട്ട് പ്രതീക്ഷിതും ഏവവ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അസ്മിൻ ബഗേ ഈ ബകാസുരൻ ശമനനിലയം ഈ നരകത്തിലേക്ക് യാതെ പോയത് എന്ന് ചോദിക്കാം. ആ സമയത്ത് സുമനോഗണേ ഈ ദേവന്മാരുടെ സമൂഹം മുഴുവൻ സുമനോവൃന്ദം ഏറ്റവും നല്ലതായിട്ടുള്ള പൂക്കളെ കൊണ്ട് കിരതി അവിടെ അത് ചെയ്തു എന്നാണ്. സാധാരണ പൂക്കളെ കൊണ്ട് എന്താ ചെയ്യുക? അർച്ചന ചെയ്യുക, അല്ലെങ്കിൽ പുഷ്പവൃഷ്ടി ചെയ്യുക, പൂമൂടൽ നടത്തി. വൃന്ദാവന ആ സമയത്ത് ഈ വൃന്ദാവനത്തിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഗൃഹം ഐക്ഷത ഗൃഹത്തിലേക്ക് ഗൃഹം കാണുകയും ചെയ്തു, ഗൃഹത്തിലേക്ക് എത്തുകയും ചെയ്തു എന്ന് സാരം. അതാണ് സപതി സഹജാം സന്ദ്രഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജമഹമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഗേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാൽ ഗൃഹമയ്യഥാം. ഇനി 10ാമത്തെ ശ്ലോകം. ഈ ശ്ലോകം പറഞ്ഞിട്ട് ദശകം അവസാനിപ്പിക്കുകയാണ്. ലളിതമുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈഃ ത്വരിതമുപഗമ്യാരാത് ആരൂഢ മോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ ശൗരേ ദൂരീകുരുഷ്വ മമ ആമയാൻ. സമീരണ മന്ദിര പ്രഥിത വസതേ ഗുരുവായൂർ എന്ന
സമീരണ മന്ദിരം ഗുരുവായൂര്. പ്രഥിത വസതേ, എല്ലാവരാലും പറയപ്പെടുന്നതായിട്ടുള്ള പ്രശസ്തിയുള്ളതായിട്ടുള്ള ഈ ഗുരുവായൂരിൽ വസിക്കുന്ന, ഗുരുവായൂർ അമ്പലത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങയെ. സമീരണ മന്ദിര പ്രഥിത വസതേ, ഈ ഗുരുവായൂരിൽ വസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ശൗരേ, അങ്ങ് ശൂരസേന കുടുംബത്തിൽ ജനിച്ചതാണ്, അതുകൊണ്ട് ശൗരി. ശൗരിയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ദൂരാത്, അകലെ നിന്ന് തന്നെ ലളിത മുരളീനാദം, വളരെ മനോഹരമായിട്ടുള്ള ഓടൽക്കുഴൽ വിളി അതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ, ആ നാദത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ നിശമ്യ കേട്ടിട്ട്, നിശാമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട്, ദീർഘമുണ്ടായാൽ കണ്ടിട്ട്, ദീർഘമില്ലെങ്കിൽ ഹ്രസ്വമാണെങ്കിൽ കേട്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, നിശാമ്യ കണ്ടിട്ട്, അവിടെ നിശമ്യ കേട്ടിട്ട്, വധൂജനൈഹി ഈ ഗോപസ്ത്രീകള് ഗോപികള് മുഴുവൻ ത്വരിതം വളരെ വേഗം തന്നെ ഉപഗമ്യ അങ്ങോട്ട് വന്നു ചേർന്നു. ഉപഗമ്യ ഗമനം ചെയ്തു, ഒപ്പം ഗമനം ചെയ്തു, എല്ലാവരും കൂടിയിട്ട് വേഗം തന്നെ കൃഷ്ണന്റെ അടുത്തേക്ക് എത്തി. ആരാത് എവിടെ സമീപത്തെത്തി. പിന്നെ ആരൂഢമോദം എത്രത്തോളം വളർന്നു. ആരൂഢമോദം, മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇപ്പൊ ഈ ആരൂഢം, എന്താ ആരൂഢം? ഈ ശരീരവും ജീവനും കൂടിയിട്ടുള്ള അതാണ് ആരൂഢം. അവിടെ ഇരിക്കാനുള്ള സ്ഥലം എന്നാണ്. അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഏതാ? ഹൃദയം. അപ്പൊ ഹൃദയത്തിലാണ് ഈ സന്തോഷം ഉണ്ടായത്. അപ്പോൾ ആരൂഢം എന്നുള്ളത് ഇരിക്കുന്ന സ്ഥലം, ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിലാണ്, ബേസ് എന്നുള്ള അർത്ഥം. ആരൂഢം എന്ന് പറഞ്ഞാൽ ബേസാണ്. അപ്പോൾ ആരൂഢമോദം, ഈ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ സന്തോഷം ഉണ്ടായി. ഉദീക്ഷിത, ഇതിന് കാണപ്പെടുവാൻ വേണ്ടിയിട്ട്, കാണപ്പെടുന്നവൻ. ജനിത ജനനീ നന്ദ ആനന്ദ, ജനിത ജനിപ്പിക്കുക, ജനനി അമ്മ യശോദ, നന്ദ ആനന്ദ പിതാവായിട്ടുള്ള നന്ദഗോപുരൻ. നന്ദനും എന്ത് കിട്ടി? ആനന്ദം, ആനന്ദത്തെ നൽകുന്നു. നന്ദഗോപർക്കും ആനന്ദത്തെ നൽകുന്ന ജനിത ജനനി നന്ദ ആനന്ദ, ജനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നർത്ഥം. അമ്മയ്ക്കും അച്ഛനായിട്ടുള്ള നന്ദഗോപർക്കും ഒരേപോലെ ആനന്ദത്തെ കൊടുത്തുകൊണ്ട്, രോഹിണിക്കും ആനന്ദത്തെ കൊടുത്തുകൊണ്ട്, ഗോപീജനങ്ങൾക്ക് മറ്റേ എല്ലാവർക്കും ഗോപന്മാർക്ക് എല്ലാവർക്കും ആനന്ദത്തെ കൊടുത്തുകൊണ്ട് ത്വം അവിടെ എത്തി. എവിടെ എത്തി? ഈ ഗോകുലത്തിലേക്ക് എത്തി. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണ് വസിക്കുന്നത്. ഭഗവാന്റെ ഈ മുരളീനാഥം കേട്ടുകൊണ്ട് എല്ലാ ഗോപസ്ത്രീകളും ഗോപന്മാരും എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഭഗവാന്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ സന്തോഷം എത്ര വളർന്നു എന്ന് ചോദിച്ചാൽ നിശ്ചല്യ. അങ്ങനെ ഭഗവാൻ എല്ലാവർക്കും സന്തോഷത്തെ കൊടുത്തു, പ്രത്യേകമായിട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷത്തെ കൊടുത്തു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് മമ ആമയാൻ ദൂരീകുരുഷ, എൻ്റെ എല്ലാ രോഗങ്ങളെയും തീർത്തു തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഗുരുവായൂർ അമ്പലത്തില് ഗുരുവായൂർ എന്നത് തന്നെ പ്രസിദ്ധമാണ്. ഭഗവാൻ വസിക്കുന്നു എന്നത് അതിലേറെ പ്രസിദ്ധമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് വസിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ഈ കാട്ടിൽ നിന്ന്, വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ധാരാളമായിട്ട് കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ അനുമോദനങ്ങളുണ്ട്. അഘാസുരനെയും വത്സാസുരനെയും വരച്ചിട്ടുള്ള ആ ഒരു രംഗം, വത്സാസുരനെ വരച്ച് വേറൊരു ദിവസം, അഘാസുരനെ വരച്ച് വേറൊരു ദിവസം, ഈ ബഗാസുരനെ വരച്ച് വേറൊരു ദിവസം. ഇതിപ്പോൾ ബഗാസുരൻ വരച്ച ബഗാസുരന് മുക്തി കൊടുത്തിട്ടുള്ള ആ ദിവസമാണ്. അന്ന് ഭഗവാൻ ഇങ്ങനെ വരണ വഴിക്ക് ധാരാളം പിന്നണി എല്ലാവരും ഉണ്ട്. അങ്ങനെ ഭഗവാനും ഓടക്കുഴൽനാഥം വിളിക്കുന്നു. അത് കേട്ടതോട് കൂടിയിട്ട് ഈ ഗോപസ്ത്രീകളെ പ്രത്യേകം പറഞ്ഞു, എല്ലാവരും ഉണ്ടേനി. അങ്ങനെയാണ് അവർ വേഗം വന്നു ചേർന്നു. നിശമ്യ വധൂജനൈഹി ത്വരിതം ഉപഗമ്യ, അവർ വന്നു ചേർന്നിട്ട് വളരെ അടുത്തങ്ങോട്ട് വന്നു ചേർന്നു, കൃഷ്ണന്റെ അടുത്തെത്തി. എന്നിട്ടോ ആരാത് ഏറ്റവും അടുത്തെത്തി. എന്നിട്ടോ ആരൂഢമോദം സന്തോഷത്തോടു കൂടിയിട്ട് എത്രത്തോളം വളർന്നു ചോദിച്ചാൽ നിശ്ചയില്ല. അങ്ങനെ വളർന്നതായിട്ടുള്ള ഉദീക്ഷിത, ഇങ്ങനെ കാണപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ആ ജനിത ജനനീ നന്ദ ആനന്ദ, തന്നെ ജനിപ്പിച്ചതായിട്ടുള്ള അമ്മയ്ക്കും യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഒപ്പം രോഹിണിക്കും ആനന്ദത്തെ കൊടുത്തുകൊണ്ട് ഈ ഭഗവാൻ അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. അതേ കൂട്ടത്തിൽ തന്നെ എൻ്റെയും മേപ്പത്തൂർ പറയാണ് ഭഗവാനോട്, ശ്രീകൃഷ്ണ മമ ആമയാൻ ദൂരീകുരുഷ, എൻ്റെ അസുഖങ്ങളെയും ഇല്ലാണ്ടാക്കണേ, ദൂരത്താക്കി തരണേ. ലളിത മുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈഹി ത്വരിതം ഉപഗമ്യ ആരാത് ആരൂഢമോദം ഉദീക്ഷിതഃ
ജനിത ജനനി നന്ദ ആനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ ശൗരേ ദൂരീ കുരുഷ്വ മമാമയാൻ. എൻ്റെ എല്ലാ ദുഃഖങ്ങളും തീർത്തു തരണേ. ഇങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളെ നല്ലോണം ആസ്വദിച്ചതായിട്ടുള്ള ഭാവത്തില് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ ഭാവവും സന്തോഷത്തെ സ്വീകരിച്ചതായിട്ടുള്ള ഗോപീഗോപന്മാരുടെ ഭാവവും ഭഗവാൻ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന ഈ സന്തോഷം പോലെ തന്നെ അങ്ങ് എൻ്റെയും രോഗങ്ങളെ മാറ്റിയിട്ട് എനിക്കും മോദത്തെ തന്നാലും സന്തോഷത്തെ തന്നാലും എന്ന് പ്രാർത്ഥന. ലളിതമുരളീനാദം ദൂരാൻ നിശമ്യ വധൂജനൈസ്ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ ശൗരേ ദൂരീ കുരുഷ്വ മമാമയാൻ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് ദശകം 50 3 ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.